കേരള സർവകലാശാല കവാടത്തിൽ ഇന്ന് KSUവിന്റെ ഉപരോധം. 2500ഓളം ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക, 2024 കലോത്സവത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അനധികൃത നിയമനത്തിനെതിരെയും അഴിമതിക്കെതിരെയും യുവമോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ബാരിക്കേഡ് മറികടന്ന് കോർപ്പറേഷൻ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. BJP കൗൺസിലർമാർ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഓഫീസിന് മുന്നിൽ ഉപരോധ പ്രതിഷേധം നടത്തി. ശക്തമായ സമരപരിപാടിയുമായി BJP മുന്നോട്ടു പോകുമെന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ. ADGP MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അജിത് കുമാറിന്റെ നടപടി ദൗർഭാഗ്യകരം. ട്രാക്ടർ യാത്ര ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധം. അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണ്. സംഭവത്തിൽ ദേവസ്വം ബോർഡും പത്തനംതിട്ട SP വിശദീകരണം നൽകണമെന്നും കോടതി. ശബരിമല ട്രാക്ടർ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെ പരിഹസിച്ച് മന്ത്രി K രാജൻ. മലയാളത്തിൽ വകതിരിവെന്നൊരു വാക്കുണ്ട്. ട്യൂട്ടോറിയൽ കോളേജിൽ പോയാൽ അത് പഠിക്കാൻ കഴിയണമെന്നില്ലെന്നും മന്ത്രി. തൃശൂർ പൂരം കലക്കലിൽ DGPയുടെ റിപ്പോർട്ട് ശരിവെച്ച ആഭ്യന്തര സെക്രട്ടറി ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാണ് റിപ്പോർട്ട്. പൂരം അലങ്കോലപ്പെട്ടിട്ടും MR അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യ ലംഘനമാണ്. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കോൺഗ്രസിലെ റീൽസ് വിവാദങ്ങൾക്കിടെ ചാണ്ടി ഉമ്മന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് അജയ് തറയിൽ. റീൽസ് അല്ല, റിയൽ ആണെന്ന തലക്കെട്ടോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ നടത്തിയ ഇടപെടലുകളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള കരട് വോട്ടർ പട്ടിക CPMന് ചോർന്നു കിട്ടിയെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. എങ്ങനെ ചോർന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും PMA സലാം. സിനിമാ നയരൂപീകരണത്തിനായുള്ള കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഓഗസ്റ്റ് 2, 3 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കോൺക്ലേവിന്റെ ലോഗോ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയുടെ നിർണായക ഘട്ടമാണിതെന്നും സമഗ്ര സിനിമാ നയം രൂപീകരിക്കുമെന്നും മന്ത്രി. സിനിമകളിൽ ബോധപൂർവം കത്രിക വെക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇത് മറികടക്കാനുള്ള നിയമനിർമ്മാണം ആലോചിക്കുമെന്നും മന്ത്രി.